അപ്പോസ്തലപ്രവർത്തനം 17-ാമത്തെ അധ്യായം 11-ാമത്തെ വചനം പറയുന്നുണ്ട്. അവിടെ ഇംഗ്ലീഷിൽ ഞാൻ വായിക്കാം. ദോസ് വെർ മോർ ഫെയർ മൈൻഡഡ് എന്നാ പറയുന്നത് ദാൻ ദോസ് ഇൻ തെസ്സലോനിക്ക, ഇൻ ദാറ്റ് they receive the word of God with all readiness and search the scriptures daily to find out whether these things were so. അവർക്ക് ഫെയർ മൈൻഡഡ്നെസ് എന്ന് പറയുന്നത് ഒന്ന് വായിക്കേ. അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമരായിരുന്നു. They were more fair minded. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടത് കൂടാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനംപ്രതി തിരുവെഴുത്തുകൾ പരിശോധിക്കുകയും ചെയ്യും. അപ്പൊ ദൈവത്തിന്റെ ജീവനുള്ള വചനത്തിൽ കൊടുക്കേണ്ടതായ ആ പ്രാധാന്യം കൊടുക്കാത്തതിന്റെ കാരണം എന്താണ്? സുബോധമില്ലാത്തത് കൊണ്ടാണ്. They are not able to understand. They don't have a sound mind to understand. ആ ദൈവത്തിന്റെ വചനം എന്തുമാത്രം പ്രാധാന്യമുള്ളതാണെന്നും അത് എൻ്റെ ജീവന് എന്തുമാത്രം എനിക്ക് ആവശ്യമുള്ളതാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് ദൈവത്തിന്റെ വചനം അവർ നിഷേധിക്കുകയാണ്. വേറൊരു വ്യക്തി, യേശുവുമായിട്ട് ഒരു കൂട്ടുമുട്ടലുണ്ടായ വേറൊരു വ്യക്തിയുണ്ട്, പൗലോസ്. സോളനായിരുന്നു യേശുവായിട്ട് കൂട്ടുമുട്ടലുണ്ടാകുന്നതിന് മുമ്പ് പേര്. അവൻ പൂർണ്ണമായിട്ട് ഒരു ദിവസം ചേഞ്ച്, ആ ഒരു പുതിയൊരു സൃഷ്ടിയായി മാറി. അപ്പോൾ അവന് പുതിയൊരു പേരും കിട്ടി. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവർത്തനം 26 മുതൽ 26-ാമത്തെ അധ്യായം 12 മുതൽ 18 വരെ വചനങ്ങൾ ഒന്ന് വായിക്കാമോ? അല്ലെങ്കിൽ വായിക്കാം. അല്ലെങ്കിൽ 15-ാമത്തെ വചനം മതി, സമയം അധികം കാണുകയില്ല. നീ ആരാകുന്നു കർത്താവേ എന്ന് ഞാൻ ചോദിച്ചതിന് കർത്താവ്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. അപ്പോൾ അവിടെ നമുക്കറിയാം, ആ വചനം നമ്മൾ വായിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ദമാസ്കസിൽ ദൈവത്തിൻ്റെ ശിഷ്യന്മാർ ഫോളോവേഴ്സിനെ പെർസിക്യൂട്ട് ചെയ്യാനായിട്ട് ദമാസ്കസിൽ എന്താ അധികാര കത്തുമായിട്ട് സോള് പോവുകയായിരുന്നു. അപ്പോൾ നമുക്കറിയാം അത്. അപ്പോൾ യേശുവുമായിട്ടൊരു കൂട്ടുമുട്ടുണ്ടാകുകയും അവൻ്റെ കണ്ണുകൾ അടഞ്ഞുപോയി. അവൻ ചോദിച്ചു, നീ ആരാണ് കർത്താവേ? അപ്പോൾ എന്താണ് പറഞ്ഞത്? നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാനെന്ന്. അപ്പോൾ ആ കൂട്ടുമുട്ടൽ കണ്ടപ്പോൾ പോളിൽ നിന്ന് സംഭവിച്ചു, ഒരു രൂപാന്തരം സംഭവിച്ചു. There was a total change in Paul. അത് കഴിഞ്ഞിട്ട് പോൾ എന്തായി? ഏറ്റവും ശക്തനായ ഒരു ഡിസൈപ്പിളായി, ഒരു അപ്പോസ്റ്റൽ ഓഫ് ക്രൈസ്റ്റ് ആയി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തുവുമായിട്ട് ഒരു കൂട്ടുമുട്ടലുണ്ടായാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസമുണ്ടാകും. പലപ്പോഴും യേശുവുമായിട്ട് ആ ബന്ധമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ പഴയ രീതിയിൽ തന്നെ പോകുന്നത്. കാരണം നമുക്ക് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ഇറ്റ് ഈസ് നോ ലോങ്ങർ ഐ ഹു ലിവ് ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ, അല്ലേ? ഗലാത്യരുടെ ലേഖനത്തിൽ പറയുന്നുണ്ട് എന്താണ്? ഐ ബീൻ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. യേശുവോട് ഞാൻ ക്രൂശിതനായിരിക്കുകയാണ്. ഇറ്റ് ഈസ് നോ ലോങ്ങർ ഐ ഹു ലിവ് ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ ആൻഡ് ദ ലൈഫ് ഐ നൗ ലിവ് ഇൻ ദ ഫ്ലെഷ് ഐ live by faith in the Son of God who died and gave himself for me and loved me. എന്നെ സ്നേഹിക്കുന്ന ആ യേശു ക്രിസ്തു വഴിയാണ് ഞാൻ ജീവിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ യേശുമായിട്ടൊരു കൂട്ടുമുട്ടുണ്ടാകുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടൊരു വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ പൗലോസ് ഈ യേശുമായിട്ട് കൂട്ടുമുട്ടുണ്ടായപ്പോൾ പൗലോസിന് എന്ത് സംഭവിച്ചു? പൗലോസിന് സുബോധം വന്നു. സുബോധം വന്നപ്പോൾ അവന് ചില തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് പറ്റി. കാരണം ലോകം മെച്ചമായിട്ട് കണക്കാക്കിയ പല കാര്യങ്ങളും അവൻ ഉച്ഛിഷ്ടമായിട്ട് കണക്കാക്കാൻ തീരുമാനിച്ചു. കാരണം എന്താണ്? അവന് സുബോധം കിട്ടി. എന്ത് ബോധമാണ്? ലോകത്തിൻ്റെ ബോധമല്ല, ദൈവത്തിൻ്റെ ബോധം, ദൈവത്തിൻ്റെ ജ്ഞാനം അവന് കിട്ടി. അതുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം 3-ാമത്തെ അധ്യായം 4 മുതൽ 10 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവൻ നേരത്തെ മുറുകെ പിടിച്ചിരുന്ന പല കാര്യങ്ങളും അവൻ ഇന്ന് അത് കഴിഞ്ഞിട്ട് യേശുമായിട്ടൊരു കൂട്ടുമുട്ടലുണ്ടായപ്പോൾ സുബോധം വന്നപ്പോൾ അവൻ അതൊക്കെ ഉച്ഛിഷ്ടമായിട്ട് കണക്കാക്കുവാനുള്ള ഒരു തീരുമാനം എടുക്കുവാനുള്ള ഒരു കഴിവ് അവന് കിട്ടി, ഒരു കൃപ അവന് കിട്ടി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്: ദൈവത്തിൻ്റെ ജ്ഞാനം ലോകത്തിൻ്റെ ജ്ഞാനമായിട്ട് പൊരുത്തപ്പെടുകയില്ല. കാരണം ദൈവത്തിൻ്റെ ജ്ഞാനത്തെ തേടി പോകുന്ന വ്യക്തികൾ ലോകം എപ്പോഴും ഭോഷൻ എന്നേ വിളിക്കുകയുള്ളൂ. കാരണം അത് അവർക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് യേശുവിനോട് ആ പ്രദേശത്തുള്ള വ്യക്തികൾ പറഞ്ഞു, നീ ഇവിടെ നിന്ന് വിട്ടു പോകണമേ. അവർക്ക് ജീവൻ്റെ ഉറവിടമായ യേശുവിനെ കാണാനോ അവനെ മനസ്സിലാക്കുവാനോ പറ്റിയില്ല. പക്ഷെ പോളിന് ഈ കൂട്ടുമുട്ടുണ്ടായി കഴിഞ്ഞപ്പോൾ അവൻ്റെ ചിന്താഗതി തന്നെ മാറി. പ്രിയപ്പെട്ട, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വാല്യൂ സിസ്റ്റംസ്, നമ്മുടെ തോട്ട് പാറ്റേൺസ് അതൊക്കെ മാറണം. എങ്കിൽ മാത്രമേ യേശുവിന് നമ്മളെ ഉപയോഗിക്കുവാൻ പറ്റുകയുള്ളൂ. ഫിലിപ്പിയർക്ക് ലേഖനം 3-ാമത്തെ അധ്യായം 4 മുതൽ 10 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ പോള് പറയുന്നുണ്ട് അവൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്, അവൻ ആരായിരുന്നുവെന്നും അവൻ എന്തൊക്കെയാണ് മുറുകെ പിടിച്ചിരുന്നതെന്നും അതവന് എന്തൊക്കെ അത് വേണ്ട എന്ന് കരുതുവാൻ തീരുമാനം എടുത്തു, അത് എന്തിനാണ് അത് എടുത്തതെന്നും വചനം നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ജഡത്തിലും ആശ്രയിക്കുവാൻ വകയുണ്ട്. മറ്റാർക്കെങ്കിലും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് അതിനേക്കാൾ അധികം കഴിയും. അപ്പൊ അവൻ പൗലോസ്
ചെറിയൊരു വ്യക്തിയൊന്നുമല്ലായിരുന്നു. സമൂഹത്തിൽ വളരെയേറെ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയായിരുന്നു. ആ ശ്രേഷ്ഠതയെക്കുറിച്ച് 5-ാമത്തെ വചനം പറയുന്നുണ്ട്. അവൻ എന്തായിരുന്നു? അവൻ പരിച്ഛേദനയേറ്റവൻ. ഇസ്രായേൽ വംശമാണെങ്കിൽ ഇസ്രായേൽ വംശം, ദൈവത്തിന്റെ സ്വന്തം ജനം. പിന്നെ ഗോത്രമാണെങ്കിൽ ബെഞ്ചമിൻ ഗോത്രത്തിലായിരുന്നു, ഹീബ്രൂസിലായിരുന്നു. ഒരു ഫരീസിയായിരുന്നു. അപ്പോൾ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ആ സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തിയായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. ചില കാര്യങ്ങൾ പറയുന്നില്ല. അവന്റെ പഠിപ്പ് ആരുടെ കീഴിലായിരുന്നു? ഗമാലിയലിന്റെ കീഴിലായിരുന്നു. അപ്പോൾ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും നമ്പർ 1 സിറ്റിസൺ എന്ന് പറയാം. പിന്നെ അവൻ എന്തായിരുന്നു? അവൻ അപ്പോൾ ഒരു തീക്ഷ്ണതയെക്കുറിച്ച് ഒരു കുറവുമില്ലായിരുന്നു. പിന്നെ നിയമത്തെ സംബന്ധിച്ചാണെങ്കിൽ ഹി വാസ് ബ്ലെയിംലെസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു തരത്തിലും ഒരു കുറ്റവും അവനിൽ കാണാൻ പറ്റുകയില്ലായിരുന്നു. അങ്ങനത്തെ ഏറ്റവും നല്ല ഒരു ശ്രേഷ്ഠമായ ഒരു വ്യക്തിയായിരുന്നു പൗലോസ്. പക്ഷേ 7-ാമത്തെ വചനത്തിൽ അവൻ പറയുന്നുണ്ട്, എങ്കിലും ആർക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ മുറുകെ പിടിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ക്രിസ്തുവിന് വേണ്ടി ഉച്ഛിഷ്ടമായിട്ട് കണക്കാക്കാൻ തയ്യാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ പൗലോസിനെ പോലെ ദൈവത്തിന് നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായി ഉപയോഗിക്കുവാൻ പറ്റും. ഇത് ഞാൻ എന്നോട് തന്നെയാണ് പ്രീച്ച് ചെയ്യുന്നത്. ബിക്കോസ് ഐ ഓൾസോ, നമ്മളെല്ലാവരും ഈ പൗലോസ് അപ്പോസ്തലനെ കാണണം. അതല്ലേ നമുക്കറിയാം, ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ പറയുന്നുണ്ട്, വി ആർ സറൗണ്ടഡ് വിത്ത് സച്ച് എ ഗ്രേറ്റ് ക്ലൗഡ് ഓഫ് വിറ്റ്നസസ് എന്നാണ് പറയുന്നത്. ഇത്ര സാക്ഷികളുടെ ഒരു സമൂഹം നമ്മളുടെ ചുറ്റുമുണ്ട്. ഇതാണ് പൗലോസ് അപ്പോസ്തലനെ പോലെ സാക്ഷികളുണ്ട്. നമ്മൾ അവരെ കണ്ട് പഠിക്കണം. അവർ ചെയ്ത പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം. അല്ലാതെ അവരോട് പ്രാർത്ഥിക്കുകയോ അവരെ ആരാധിക്കുകയോ ചെയ്യണമെന്നല്ല പറയുന്നത്. വി മസ്റ്റ് ലേൺ ഫ്രം ദം. അവരെ കണ്ട്, അവരുടെ മാതൃക കണ്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ അങ്ങനെ പൗലോസ് അപ്പോസ്തലനെ പോലെ ഒരു തീരുമാനം എടുക്കുവാൻ നമ്മൾക്കും തയ്യാറായിരിക്കണം. പിന്നെ 8-ാമത്തെ വചനം വായിച്ചേ. എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഇവയെല്ലാം നഷ്ടമായി ഞാൻ കണക്കാക്കി. എന്തായിട്ട്? നഷ്ടമായിട്ട് ക്രിസ്തുവിനെ നേടേണ്ടതിനായി ഞാൻ സകലതും നഷ്ടപ്പെടുത്തുകയും ചവറായി കണക്കാക്കുകയും. അപ്പോൾ അവിടെ പൗലോസ് അപ്പോസ്തലന് ഓരോ കാര്യത്തിന്റെയും വിലയെക്കുറിച്ച് ഒരു അറിവ് കിട്ടി. ആ സൗണ്ട് മൈൻഡ് ഉപയോഗിച്ചപ്പോൾ he was able to consider all this as rubbish for the excellence of the knowledge of Jesus Christ എന്നാണ് പറയുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന് വേണ്ടി ഇതെല്ലാം ഞാൻ നഷ്ടമാക്കുവാനായിട്ട് എനിക്കൊരു തീരുമാനം എടുക്കുവാൻ പറ്റി. അതൊന്നാണ്, അവന് സുബോധമുണ്ടായിരുന്നു. കാരണം ഞാൻ മുറുകെ പിടിക്കുന്ന മറ്റു കാര്യങ്ങളെല്ലാം ഈ ലോകത്തിൽ അവസാനിക്കുമെന്നും അത് നാശത്തിന് വേണ്ടി ദൈവം മാറ്റി വെക്കുന്നതുമാണെന്ന് അവന് വളരെ വ്യക്തമായിട്ട് അറിയുവാൻ പറ്റി. പക്ഷെ ശാശ്വതമായ ഒരു കാര്യം ഉണ്ട്, അതാണ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ്. ആ അറിവ് ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. കാരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, നിത്യജീവൻ എന്ന് പറയുന്നത് ഏകസത്യ ദൈവത്തെയും അവനയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക. അപ്പോൾ ആ അറിവിന് വേണ്ടി അവരെല്ലാം കൊടുക്കുവാനായിട്ട് അവൻ തയ്യാറായി. ആ തയ്യാറായതിൻ്റെ കാരണം എന്താണ്? അവന് സുബോധമുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ജീവിതത്തിലും നമ്മൾക്ക് ചില കാര്യങ്ങൾ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ആത്മപരിശോധന ചെയ്യണം. എവിടെയോ കുറച്ച് അന്ധകാരമുണ്ട്, ആ സുബോധം പൂർണ്ണതയിലേക്ക് വന്നിട്ടില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി. നമ്മൾ പറയണം, യേശുവേ നിൻ്റെ കൃപ മാത്രം എനിക്ക് മതി, എൻ്റെ ബലഹീനതയിൽ നിൻ്റെ ശക്തി അവിടെ പ്രകടമാകും, അത് മതി എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ വ്യാപരിക്കും. പിന്നെ 9-ാമത്തെ വചനം വായിച്ച്. ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതിയാൽ ഞാൻ അവനിൽ കാണപ്പെടും. ഇവിടെ തന്നെ ഏറ്റവും വലിയൊരു സത്യം അവന് വെളിപ്പെടുത്തി കിട്ടി. കാരണം എന്താണ്? അവൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ നിൽക്കുമ്പോൾ അവൻ്റെ നീതി കൊണ്ട് അവൻ്റെ നിയമമനുസരണത്തിലുള്ള ആ നീതി കൊണ്ട് അവന് നിൽക്കുവാൻ പറ്റുകയില്ല, ന്യായീകരിക്കാൻ പറ്റുകയില്ല. പക്ഷെ അതിനുപരി യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയുള്ള നീതി, അത് മാത്രമേ അവന് കണക്കാക്കപ്പെടുകയുള്ളൂ എന്നുള്ള വലിയൊരു ബോധ്യം കിട്ടി. അത് കിട്ടിയെന്നാണ് അവന് സുബോധമുള്ളത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തിൽ പല വ്യക്തികളും അന്ധകാരത്തിൽ ജീവിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അവർ ആ നീതീകരിക്കപ്പെടുവാനായിട്ട് അവർ പ്രയത്നിക്കുകയാണ്, രാപകൽ അവർ പ്രയത്നിക്കുകയാണ്, പ്രാർത്ഥനകൾ ചെല്ലുകയാണ്, അവർ വളരെയധികം നല്ല പ്രവൃത്തികൾ ചെയ്യുകയാണ്. അവരുടെ നീതിയാൽ ദൈവത്തിൻ്റെ മുമ്പിൽ നീതീകരിക്കപ്പെടുമെന്ന് വിശ്വസിച്ച് അവരങ്ങനെ പോവുകയാണ്. പക്ഷേ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, I am not going to be found righteous by the righteousness in the law, but by righteousness
in faith in Jesus Christ. യേശു ക്രിസ്തുവിലുള്ള നീതി മാത്രമേ എനിക്ക് കണക്കാക്കപ്പെടുകയുള്ളൂ എന്നുള്ള ആ അറിവ് അവന് കിട്ടി. അപ്പോൾ അത് എന്താണ്, അവന് യേശു ക്രിസ്തുമായിട്ടുള്ള കൂട്ടുമുട്ടലുണ്ടാകുകയും അങ്ങനെ അവന് സുബോധം വന്നതുകൊണ്ടാണ്. അപ്പോൾ ഹി വാസ് ഏബിൾ ടു ഒരു വാല്യൂ സിസ്റ്റം തന്നെ മാറി. അവൻ്റെ അസസ്മെൻറ്റ്, ഈവൻ ഒരു ആത്മീയ തലത്തിലുള്ള വാല്യൂ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് മാറി. ഏതാണ് ശ്രേഷ്ഠമായത്, ഏതാണ് ശ്രേഷ്ഠമല്ലാത്തത് എന്ന് മനസ്സിലാക്കുവാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമെടുക്കുവാനും അവന് പറ്റി. പിന്നെ 10ാമത്തെ വചനം ഒന്ന് വായിക്കാം. അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടത് തന്നെ. അപ്പോൾ അവിടെ 4 കാര്യങ്ങളാണ് പറയുന്നത്. that I may know him, അവനെ ഒന്ന് അറിയുവാൻ വേണ്ടി. ആ അറിവിലൂടെ അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി എനിക്ക് ഒരു പങ്കാളിത്തം ഉണ്ടാവും. that I may share the power of his resurrection. പിന്നെ എന്താണ്, അവനോടുകൂടെ അവൻ്റെ സഹനത്തിൽ എനിക്കും ഒരു കൂട്ടായ്മ ഉണ്ടാകുവാൻ വേണ്ടി. ആ സഹനത്തിൽ കൂട്ടായ്മ എങ്ങനെയാണ്, അവനോടുകൂടി മരിക്കുവാൻ വേണ്ടി. കാരണം അവനറിയാം, പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു, അവനോട് സാദൃശ്യമായ ഒരു മരണത്തിൽ പങ്കാളിത്തം ഉണ്ടെങ്കിൽ അവനോട് സാദൃശ്യമായ ഒരു ഉയർപ്പിലും അവന് പങ്കാളിത്തം ഉണ്ടാകുമെന്നുള്ള വാഗ്ദാനം ഉണ്ടായിരുന്നു. അത് അവന് ദൈവം വളരെ വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട്, പ്രിയപ്പെട്ടവർ, നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലുള്ള വാഗ്ദാനങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾക്ക് സുബോധം കിട്ടുക. ആ സുബോധം കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് തീരുമാനങ്ങൾ എടുക്കുവാൻ വളരെ എളുപ്പമാണ്, വളരെ വളരെ എളുപ്പമാണ്. ഒരു പ്രയാസവും ഉണ്ടാകുകയില്ല. കാരണം നമുക്കറിയാം ഈ ലോകത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്താലാണ് എൻ്റെ നിത്യജീവനിലെ അത് സഹായിക്കുക, നിത്യജീവനിലേക്ക് എന്നെ കൊണ്ടുപോവുക, യേശുവിലേക്ക് എന്നെ അടുപ്പിക്കുക എന്നുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനും ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്യുവാനുമുള്ള കഴിവ് കിട്ടും. പിന്നെ നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം നോക്കുകയാണെങ്കിൽ എസേക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36ാമത്തെ വചനം 25, 26, 27 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെയും പറയുന്നുണ്ട് ദൈവം നമ്മളെ ശുദ്ധീകരിക്കുമെന്നാണ് പറയുന്നത്. ഒന്ന് ദൈവത്തോട് പറഞ്ഞാൽ മതി, ദൈവമേ നിൻ്റെ കൃപ മാത്രം എനിക്ക് മതി, എൻ്റെ ജഡം ബലഹീനമാണ്, പക്ഷേ എൻ്റെ ആത്മാവ് നിന്നെ തേടുന്നു, എനിക്ക് നിന്നോട് ഒരു ബന്ധം, ഒരു സ്നേഹബന്ധം ഉണ്ടാക്കണം, എനിക്ക് വേണം, നിന്നോട് അടുക്കണം എന്നുള്ള നമ്മുടെ ഹൃദയത്തിലെ ഒരു ആഗ്രഹം നമ്മൾ കാണിച്ചാൽ മതി പ്രിയപ്പെട്ടവരെ. പിന്നെ അവിടെ ദൈവം പ്രവർത്തിക്കും. ഒന്ന് വായിച്ചേ, എസേക്കിയേൽ 36, 25, 26, 27. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തെളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. എങ്ങനെയാണ് നിർമ്മലീകരിക്കുന്നത്? നമുക്കറിയാം എഫീഷ്യൻസ് 5ാമത്തെ അധ്യായം 26ാമത്തെ വചനം പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത് എന്നുള്ളത്. യു വിൽ ബി ക്ലെൻസ്ഡ് ബൈ ദ വാഷിംഗ് ഓഫ് ദ വാട്ടർ ബൈ ദി വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനം ഒന്ന് വായിക്കാം, എഫീഷ്യൻസ് 5:26. അവിടെ ദൈവത്തിന്റെ വചനമാണ് നമ്മളെ കൺവിക്ട് ചെയ്യുന്നത്. അതുവഴി നമ്മൾ ശുദ്ധീകരിക്കപ്പെടും. എന്ന് വായിച്ചു. അവൻ അവളെ വചനത്താലുള്ള ജലം കൊണ്ട് കഴുകി വെളുപ്പാക്കി. ഹല്ലേലൂയ. അപ്പോൾ ഈ വചനം വേണ്ട, അല്ല വചനം മാത്രം പോരാ എന്നൊക്കെ പറയുന്ന വ്യക്തികൾ എങ്ങനെ ഇത് മനസ്സിലാക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ? വചനമാണ് നമ്മളെ വെടുപ്പാക്കുന്നത്. ആ വെടുപ്പാക്കാതെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ പറ്റുകയില്ല. നമുക്ക് ദൈവത്തെക്കുറിച്ച് അറിവും കിട്ടുകയില്ല. എന്ന് വായിച്ചേ ബാക്കി, മറ്റേ എസേക്കിയേൽ. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തെളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയം തരും. എന്ത് തരും? ഒരു പുതിയ ഹൃദയം തരും. നമുക്കറിയാം ഹൃദയം, മനസ്സും ഹൃദയവുമായിട്ട് അല്ലേ, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളാണ് മനസ്സ് വഴി അത് ഓരോ പ്രവൃത്തിയിലോട്ട് പോകുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമ്മളെ തന്നെ ഒരു രൂപാന്തരപ്പെടുത്തും. ഹി വിൽ മേക്ക് യു എ ന്യൂ ക്രിയേഷൻ. ഒരു പുതിയൊരു സൃഷ്ടിയായിട്ട് ദൈവം മാറ്റും. ആ സൃഷ്ടി ആ ഹൃദയം തന്നെ മാറ്റി. വായിച്ചു. ഒരു പുതിയ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. ആരുടെ ആത്മാവ്? ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം നമ്മളിൽ നിക്ഷേപിക്കും. കല്ലായിട്ടുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നീക്കി മാംസളമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. നമുക്കറിയാം ഹെബ്രായരുടെ ലേഖനം 3ാമത്തെ അധ്യായം വായിക്കുകയാണെങ്കിൽ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ആ വിശ്രമത്തിലേക്ക് ദൈവത്തിന്റെ ജനത്തിന് പ്രവേശിക്കാൻ പറ്റാത്തത്. പറയുന്നുണ്ട് ഹൃദയ കാഠിന്യം, ഹാർഡ്നെസ് ഓഫ് ഹാർട്ട്. കല്ല് ഹാർഡാണോ? യെസ്. അപ്പോൾ ഹാർഡ്നെസ് ഓഫ് ഹാർട്ട് മാറ്റുന്ന, അല്ലാതെ ഇവിടെ വന്നിട്ട് എന്നാ കരിങ്കല്ലിൻ്റെ ഇത് മാറ്റിയിട്ട് ഒരു ദശയുടെ ഇതൊന്നുമല്ല പറഞ്ഞേ. അവിടെ പറയുന്നത് നിങ്ങൾക്ക് ഒരു ഹാർഡ്നെസ് ഓഫ് ഹാർട്ട് മാറ്റിയിട്ട് ദൈവത്തെ സ്വീകരിക്കുകയും ദൈവത്തെ സ്നേഹിക്കുവാനും കഴിവുള്ള തക്ക വിധം ഒരു ഹൃദയം തരുമെന്ന്. വായിച്ചേ. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടത്തും. ആരാ നടത്തുന്നത്?
ആരാ നടത്തുന്നത്? ഹല്ലേലൂയ. ഞാൻ എൻ്റെ സ്വന്തം കഴിവുകൊണ്ടല്ല നടക്കുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ വചനം സക്രിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ എന്താണ്? സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവാണ് എന്ന് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ നിക്ഷേപിച്ച് കഴിയുമ്പോൾ പിന്നെ എൻ്റെ പ്രവൃത്തികൾ എൻ്റെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലോ അല്ല, എൻ്റെ ചിന്തകൾ, എൻ്റെ പ്രവൃത്തികളെല്ലാം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതായിരിക്കും. അതുകൊണ്ടാണ് റോമർക്കുള്ള ലേഖനം 8-14 വചനം പറയുന്നത്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരൊക്കെ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ സുബോധമുള്ളവരാണ്. അവർ ദൈവം ചിന്തിക്കുന്നത് പോലെയും ദൈവം പ്രവർത്തിക്കുന്നത് പോലെയും ചെയ്യും. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവാണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്? അതൊന്നും കൂടെ വായിച്ചേ, 27 ഒന്നും കൂടെ വായിച്ചേ. നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടത്തും. ഐ വിൽ മേക്ക് യു വാക്ക് ഇൻ മൈ സ്റ്റാറ്റ്യൂട്ട്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയാൽ എന്നെ നടത്തും. കാരണം എന്താണ്? എൻ്റെ എതിര് വരുന്ന എല്ലാ അന്ധകാര ശക്തിയെയും യേശുക്രിസ്തു 2007 കൊല്ലം മുമ്പ് ആ കുരിശേൽ നശിപ്പിച്ചു. അതിൻ്റെ മുകളിൽ ജയമെടുത്തു. കാരണം 1 യോഹന്നാൻ 3-8 പറയുന്നത്, Hallelujah, the Son of Man manifested himself that he might destroy the works of the devil. ദൈവപുത്രൻ പ്രത്യക്ഷനായത് പിശാചിൻ്റെ പ്രവർത്തികൾ, എന്നിലും നിങ്ങളിലുമുള്ള പിശാചിൻ്റെ പ്രവർത്തികൾ നശിപ്പിക്കുവാൻ വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. അപ്പോൾ ആ ദൈവപുത്രൻ്റെ ആത്മാവാണ് എന്നെ നയിക്കുന്നതെങ്കിൽ എന്നെ എല്ലാ ദൈവത്തിൻ്റെ സ്റ്റാറ്റ്യൂട്ട്സ് അനുസരിച്ച് നടക്കുവാൻ ദൈവമായിരിക്കും എന്നെ നടത്തുന്നത്. വായിച്ചേ. പിന്നെ നിങ്ങൾ എന്റെ വിധികൾ അനുസരിച്ച് അനുഷ്ഠിക്കും. ആമേൻ. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും. ആമേൻ. നിങ്ങൾ എനിക്ക് ജനവും ഞാൻ നിങ്ങൾക്ക് ദൈവവുമായിരിക്കും. അപ്പൊ അവിടെ ഒരു ബന്ധം സ്ഥാപിക്കാണ്. ഒന്നെന്താണ്? ദൈവം വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങൾക്കൊക്കെ നമുക്ക് പ്രാപിക്കാൻ പറ്റും. പിന്നെ ദൈവമായിട്ടൊരു ബന്ധമുണ്ടാകുകയാണ്. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് മക്കളുമാകുമെന്നുള്ള. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും. അതല്ലേ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത്, എനിക്ക് നിന്നെക്കുറിച്ചൊരു പ്ലാനുണ്ട്. അതെന്തിനാണ്? നിന്റെ ക്ഷേമത്തിനാണ്, അല്ലേ? നിനക്കൊരു പ്രത്യാശയും ഒരു ഭാവിയും തരുവാൻ വേണ്ടിയാണ്, അല്ല നിന്റെ നാശത്തിന് വേണ്ടി അല്ല. പ്രിയപ്പെട്ടവരെ, അപ്പോൾ മനസ്സിലാക്കണം, നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നമ്മുടെ നാശത്തിന് വകയാകുകയില്ല. കാരണം അത് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും തന്നെയാണ്. അത് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി യേശു ക്രിസ്തുവിനെ പൂർണ്ണമായിട്ട് നമ്മുടെ മനസ്സ് സമർപ്പിക്കണം എന്നുള്ളത്. അതുകൊണ്ട് റോമർക്കുള്ള ലേഖനത്തിൽ പറയുന്നത് എന്താണ്? ഡു നോട്ട് ബി കൺഫോംഡ് ടു ദിസ് വേൾഡ് ബട്ട് ബൈ എ റിന്യൂവൽ ഓഫ് യുവർ മൈൻഡ്സ് ബി ട്രാൻസ്ഫോംഡ്. അപ്പോൾ എൻ്റെ മനസ്സിന് ഒരു നവീകരണം സംഭവിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകുകയില്ല. there will not be a transformation in my life unless there is a renewal of my മൈൻഡ്. അപ്പോൾ എനിക്ക് സുബോധമില്ലാതെ എനിക്ക് ഒരു പുതിയ സൃഷ്ടി, യേശുവിലൊരു പുതിയ സൃഷ്ടി ആകുവാൻ പറ്റുകയില്ല. അതോ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത്? ദൈവത്തിൻ്റെ വചനമാണ്. കാരണം ദൈവത്തിൻ്റെ വചനമാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതാണ് സങ്കീർത്തനം 119 105 വചനം പറയുന്നുണ്ട്. നിന്റെ വചനങ്ങൾ എന്താണ്? Your word is a lamp unto my feet and a light unto my path. Your word is a lamp unto my feet and a light unto my path. അപ്പോൾ എൻ്റെ കാലുകൾക്ക് ഒരു ദീപവും പാതയ്ക്ക് ഒരു പ്രകാശവുമാണ്. പ്രകാശവുമാണെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് he will cause you to walk in his statutes എന്ന് പറഞ്ഞത്. എന്താ പറഞ്ഞേ? I will cause you to walk in my statutes. എങ്ങനെയാണ്? ഒരു വിളക്കുണ്ട്. ആ വിളക്ക് എന്താണ്? വചനമാണ്. അതാണ് ദൈവം നമ്മളെ കാത്തു പരിപാലിക്കുന്ന ദൈവമാണ്. അങ്ങനെ ഞാൻ നടക്കുമ്പോൾ ഞാൻ പാപം ചെയ്യുമോ? ഇല്ല. അങ്ങനെ നടക്കുമ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം പ്രാപിക്കുവാൻ പറ്റും. പിന്നെ പ്രോവേർബ്സ് സുഭാഷികൻ 14-30 വചനം പറയുന്നുണ്ട്, എ സൗണ്ട് ഹാർട്ട് ഈസ് ലൈഫ് ടു ദ ബോഡി. എ സൗണ്ട് ഹാർട്ട് ഈസ് ലൈഫ് ടു ദ ബോഡി. ഹാർട്ടും മൈൻഡും ഇറ്റ്സ് ഇന്റർചേഞ്ചബിൾ. ഒരു സുബോധമുള്ള ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ അവൻ്റെ ശരീരത്തിന് തന്നെ ഒരു ജീവൻ നൽകുന്നതാണ്. ഹല്ലേലൂയ. പിന്നെ നമുക്കറിയാം, ഈ ദൈവത്തെ അങ്ങനെ നമുക്കൊരു സുബോധം കിട്ടുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യുവാൻ വളരെ എളുപ്പമായിരിക്കും. പ്രത്യേകിച്ച് മർക്കോസിന് സുവിശേഷം 12-30 വചനത്തിൽ പറയുന്നത് എന്താണ്? You shall love the Lord thy God with all your heart, with all your heart, with all your soul, with all your mind, with all your strength. അപ്പോൾ എൻ്റെ പൂർണ്ണ മനസ്സോടും, അല്ലേ, എൻ്റെ ആത്മാവോടും, എൻ്റെ ശക്തിയോടും, എൻ്റെ ഹൃദയത്തോടും ആ യേശുവിനെ എനിക്ക് സ്നേഹിക്കുവാൻ പറ്റും. എപ്പോഴാണ്? എനിക്ക് സുബോധമുള്ളപ്പോൾ. സുബോധത്തിൻ്റെ അടയാളം എന്താണ്? ഐ ആം ഏബിൾ ടു ടേക്ക് ഡിസിഷൻസ്. തീരുമാനങ്ങൾ എടുക്കുവാൻ എനിക്ക് പറ്റുന്നുണ്ട്.
ലോകത്തിൻ്റെതുള്ള തീരുമാനമല്ല, അതിനുപരി ദൈവത്തിൻ്റെതായ ചില തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ഒരു കഴിവ് എനിക്ക് കിട്ടുന്നുണ്ട്. ജഡത്തിൽ നോക്കുകയാണെങ്കിൽ ഭോഷത്വമാണ്, പക്ഷേ ആത്മാവിൽ നോക്കുമ്പോൾ ജീവനാണ്. അങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് എനിക്ക് എന്താണേലും ഏത് മേഖല ഏത് സാഹചര്യത്തിലും എനിക്ക് എൻ്റെ യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുവാനുള്ള കഴിവ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പല വ്യക്തികളും യേശുവിൻ്റെ ശിഷ്യന്മാരാണെന്ന് പറഞ്ഞിട്ട് പോലും പക്ഷെ അവർക്ക് ആ അൺഡിവൈഡഡ് ലവ്, എന്നാ പറയുന്നത്, ഒരു പൂർണ്ണ സ്നേഹം യേശുവിന് കൊടുക്കുവാൻ പറ്റുന്നില്ല. കാരണം അവർക്ക് പിന്നെയും മറ്റു വ്യക്തികളെ ആശ്രയിക്കുകയാണ്. അവരുടെ സ്നേഹം അവർ ഭാഗിച്ച് ചിലപ്പോൾ ഏറ്റവും വലിയ പങ്ക് യേശുവിനായിരിക്കും കൊടുക്കുന്നത്, എങ്കിലും മുഴുവൻ യേശുവിന് കൊടുക്കാൻ പറ്റുന്നില്ല. അവരുടെ ജീവിതം, അവരുടെ രക്ഷ പൂർണ്ണമായിട്ട് യേശുവിൻ്റെ കരത്തിൽ അവർക്ക് സമർപ്പിക്കുവാൻ പറ്റുന്നില്ല. ആ രക്ഷയ്ക്ക് വേണ്ടി എനിക്ക് യേശു മാത്രം മതി എന്ന് അവർക്ക് പറയുവാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? അവർക്ക് ആ സുബോധം വന്നിട്ടില്ല. കാരണം നമ്മൾ മനസ്സിലാക്കണം, യേശുവാണ് ഏകരക്ഷകൻ. യേശുവിൻ്റെ നാമത്തിലല്ലാതെ രക്ഷയില്ല എന്ന് വചനത്തിൽ വളരെയേറെ സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണമായിട്ട് അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ സ്വീകരിക്കാൻ പറ്റുന്നില്ല അവർക്ക്. കാരണം എങ്കിലും എനിക്ക് മറ്റുള്ളവരും കൂടെ വേണം, കൂട്ടിന് വേണം എന്നുള്ള ഒരു ചിന്താഗതിയാണ്. അപ്പോൾ എനിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, പൂർണ്ണമായിട്ട് സ്നേഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ എനിക്ക് എവിടെയോ സുബോധത്തിൻ്റെ ഒരു കുറവുണ്ട് എന്നുള്ളത്. പിന്നെ അങ്ങനെ എനിക്ക് പൂർണ്ണമായിട്ട് എൻ്റെ ജീവിതം, എൻ്റെ മനസ്സ് പൂർണ്ണമായിട്ട് യേശു ക്രിസ്തുവിന് സമർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ആത്മാവിൻ്റെ ഒരു ഫലം. എനിക്ക് സമാധാനം ഉണ്ടാകും. there will be perfect peace. ഏത് സാഹചര്യമാണെങ്കിലും ഒരു സമാധാനം ഉണ്ടാകും. ഐസയ പ്രവചന പുസ്തകം 26-ാമത്തെ അധ്യായം 3-4 വചനങ്ങൾ വായിക്കുകയാണ്. അവിടെ പറയാം, He will keep you in perfect peace whose mind is stayed on you because he trusts in you. Trust in the Lord forever, for in Yahweh the Lord is everlasting strength എന്നാ പറയുന്നത്. അപ്പോൾ ദൈവത്തിൽ പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിച്ച് നമ്മൾ ആശ്രയിക്കുക. ഒന്ന് വായിച്ചേ, ഐസയ 26:3-4. മനസ്സ് ഉറപ്പിച്ചിരിക്കുന്നവൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നത് കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ സംരക്ഷിക്കുന്നു. അപ്പൊ മനസ്സ് എന്തിലാണ് ഉറച്ചിരിക്കുന്നത്? യേശു ക്രിസ്തുവിലാണ് ഉറച്ചിരിക്കുന്നത്. He stayed on him. അപ്പോൾ എന്താണ്? അവന് പൂർണ്ണ there is absolute peace. കാരണം എൻ്റെ ദൃഷ്ടി ആരിലാണ്? യേശു ക്രിസ്തുവിലാണ്. ഹെബ്രായരുടെ ലേഖനത്തിൽ പറയുന്ന പോലെ, ലുക്കിംഗ് അൺ ടു ജീസസ് ദി ഓഥർ ആൻഡ് ദ ഫിനിഷർ ഓഫ് മൈ ഫെയ്ത്ത്. എൻ്റെ വിശ്വാസത്തിൻ്റെ നാഥനും അത് പൂർണ്ണതയിലേക്കും എത്തിക്കുന്ന ആ യേശു ക്രിസ്തുവിൽ മാത്രം ഞാൻ നോക്കുക. അപ്പോൾ ദാറ്റ് ഈസ് ദി അൺഡിവൈഡഡ് അറ്റൻഷൻ ടു ജീസസ്. ഒരു ഭാഗം ചെയ്യാത്ത പൂർണ്ണമായ ആ യേശു ക്രിസ്തുവിലേക്കുള്ള നമ്മളുടെ ആ സ്നേഹവും നമ്മളുടെ ദൃഷ്ടിയും. ദാറ്റ് ഈസ് വെയർ യു വിൽ ബി സൗണ്ട്നെസ് ഓഫ് മൈൻഡ് വരുന്നത്. അല്ലെങ്കിൽ യു വിൽ ബിക്കം ഒരു ഡിവൈഡഡ് ഹാർട്ട്, എ ഡിവൈഡഡ് മൈൻഡ്. ഇറ്റ് വിൽ നോട്ട് ബി എ സൗണ്ട് മൈൻഡ്. പിന്നെയും ലൂക്കയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം 29-ാമത്തെ വചനം, അതിൻ്റെ ഒരു ഭാഗം വായിക്കുകയാണെങ്കിൽ, നോർ ഹാവ് എൻ ആങ്ഷ്യസ് മൈൻഡ്. കാരണം നമുക്കറിയാം, യേശു ക്രിസ്തുവിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കാത്ത ഒരു മനസ്സ് എപ്പോഴും അസ്വസ്ഥയുടെ ഒരു സ്ഥലമായിരിക്കും അവിടെ. കാരണം എന്താണ്? ആ യേശു എൻ്റെ എല്ലാ കാര്യങ്ങളിലും അവിടെ ഇടപെടും. ഞാൻ യേശുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ എന്നെ ലജ്ജിതനാക്കുകയില്ല. അല്ലെങ്കിൽ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആരെ എനിക്കെതിര് വരും? അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിലുള്ള വളരെയേറെ വാഗ്ദാനത്തെക്കുറിച്ച് അത് മനസ്സിലാക്കാനോ അതിൽ വിശ്വസിക്കുവാനോ അതിൽ ആശ്രയിക്കുവാനോ ഉള്ള ഒരു കഴിവ് ഇല്ലായ്മ വരും. ആ കഴിവില്ലായ്മയുടെ കാരണത്താൽ എപ്പോഴും ഒരു പ്രയാസം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരുമ്പോൾ അസ്വസ്ഥതയായിരിക്കും ഉണ്ടാകുന്നത്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം ദൈവം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണ്? ലെറ്റ് നോട്ട് യുവർ ഹാർട്ട്സ് ബി ട്രബിൾഡ്, ബിലീവ് ഇൻ ഗോഡ് ആൻഡ് ബിലീവ് ഓൾസോ ഇൻ മീ. അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് യേശുവിൽ സമർപ്പിച്ച ഒരു ജീവിതം നയിക്കണം. ശ്രദ്ധ വായിക്കോ, യോഹന്നാൻ 14:1. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. അപ്പോൾ നമുക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നത് എന്താണ്? നമ്മുടെ മനസ്സല്ലേ. മനസ്സിലാണല്ലോ അസ്വസ്ഥതകൾ. ആ അസ്വസ്ഥത ഉണ്ടാകുന്നതിന് കാരണം എൻ്റെ മനസ്സ് യേശുവിലല്ല ഫോക്കസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ മനസ്സ് പൂർണ്ണമായിട്ട് യേശുവിലല്ല സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ ലോകത്തിലാണ് ഞാൻ കുറേയൊക്കെ ആശ്രയിക്കുന്നത്. അവിടെ എന്തെങ്കിലും കോട്ടമുണ്ടാകുമ്പോൾ എൻ്റെ മനസ്സ് കലങ്ങുകയാണ്, അവിടെ എനിക്ക് അസ്വസ്ഥതയുണ്ടാകുകയാണ്. പക്ഷെ ദൈവത്തിൻ്റെ വചനത്തിൽ ഞാൻ വിശ്വസിച്ച് പൂർണ്ണമായിട്ട് എൻ്റെ മനസ്സ് സമർപ്പിച്ച ഒരു ജീവിതമാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് സംഭവിച്ചാലും ദൈവത്തിൻ്റെ വചനത്തിലുള്ള വാഗ്ദാനത്തിൽ
വിശ്വസിക്കാനുള്ള കഴിവ് ദൈവം നമുക്ക് തരികയും അങ്ങനെ എനിക്ക് പൂർണ്ണ സമാധാനവും ഉണ്ടാകും. കാരണം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് ഗലാത്യർക്ക് 5-22 വചനത്തിൽ പറയുന്നുണ്ട്, ആത്മാവിൻ്റെ ഫലത്തിൻ്റെ ഒരു ക്വാളിറ്റി എന്താണ്? സമാധാനം. സമാധാനം അല്ലേ? അതപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ സമാധാനം വരുന്നത്, ആ സമാധാന ഉറവിടം യേശു ക്രിസ്തു തന്നെയാണ്. അവസാനമായിട്ട് ഒരു വചനം പ്രോവേർബ്സ് സുഭാഷികൻ 3-ാമത്തെ അധ്യായം 5-6 വചനങ്ങളൊന്ന് വായിക്കാമോ? Trust in the Lord with all your heart and lean not on your own understanding. In all your ways acknowledge him and he will direct your paths. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. ആമേൻ. സ്വന്തം വിവേകത്തിൽ ആശ്രയിക്കരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ അംഗീകരിക്കുക. അവൻ നിന്റെ പാതകൾ നേരെ. അപ്പോൾ യേശു ക്രിസ്തു എന്റെ പാതകളിലാണ് നയിക്കുന്നത്. ഇഫ് ഹി ഈസ് ഡയറക്റ്റിംഗ് മൈ പാത്സ്, പിന്നെ എനിക്ക് ഭയപ്പെടേണ്ടയോ അല്ലെങ്കിൽ അസ്വസ്ഥയാകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാനും അത് മനസ്സിലാക്കുവാനും നമ്മളുടെ അതിന് പറ്റിയ ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അപ്പം മനസ്സിലാണ് നമ്മൾക്ക് ഒരു നവീകരണം ഉണ്ടാകേണ്ടത്. ആ നവീകരണം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സുബോധത്തിൻ്റെ ഉറവിടമായ യേശു ക്രിസ്തുവുമായിട്ട് നമുക്ക് ഒരു ബന്ധമുണ്ടാകണം. ആ യേശു ക്രിസ്തുവുമായിട്ട് ഒരു കൂട്ടുമുട്ടലുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടും. നമ്മൾ ബി എ ന്യൂ ക്രിയേഷൻ. നമുക്കൊരു ന്യൂനെസ് ഓഫ് ലൈഫ്, ഒരു പുതിയ ജീവനിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ജീവിതം നയിക്കുന്നത് ആരായിരിക്കും? ഞാനായിരിക്കുകയില്ല, പരിശുദ്ധാത്മാവായിരിക്കും. എൻ്റെ ജീവിതവും എൻ്റെ ചിന്തകളും എൻ്റെ പ്രവൃത്തികളും എല്ലാം നയിക്കുന്നത് പരിശുദ്ധാത്മാവിനാലായിരിക്കും. കാരണം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ അസ്വസ്ഥപ്പെടേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. അതാണ് ഇമ്മാനുവേൽ എന്ന് പറയുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞില്ലേ, യേശു ക്രിസ്തുവിനൊരു നാമം കൊടുക്കണം. ഒന്ന് എന്താണ്? ജീസസ്, ബിക്കോസ് ഹി വിൽ സേവ് മെനി ഫ്രം ദെയർ സിൻസ്. രണ്ടാമത് പറയുന്നുണ്ട്, നിങ്ങൾ ഇമ്മാനുവേൽ എന്നു. കാരണം എന്താണ്? ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ആ യേശു ക്രിസ്തു നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ?